പുരുഷന്മാരിൽ ഈ ഇൻഗ്വൈനൽ ഹെർണിയ ഏറ്റവും കോമൺ ആയിട്ട് കാണാനുള്ള ഒരു റീസൺ തന്നെ നമ്മുടെ ടെസ്റ്റിസ്, നമ്മുടെ വൃഷ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഭ്രൂണകാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രാ യൂട്രൈൻ ലൈഫ് സമയത്ത് നമ്മൾ ഇത് നമ്മുടെ വയറിനകത്തായിരിക്കും ടെസ്റ്റിസ് കാണപ്പെടുന്നത്. താഴേക്ക് നമ്മൾ ജനിക്കുന്ന സമയത്തേക്കാണത് വയറിനകത്തുനിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്. സോ നാച്ചുറലി അവിടെ ഈ വരുന്ന ഒരു ട്രാക്ട് ഈസ് ഓൾവേസ് അവിടെ ഉണ്ട് നമുക്ക്. അപ്പോൾ അത് യൂഷ്വലി അതങ്ങ് ഒബ്ലിറ്ററേറ്റ് ആയി പോവുകയും ചെയ്യും. അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഒരു കാലക്രമേണ നമുക്ക് ചിലരിൽ ഇത് ഈ വൃഷ്ണം ഇറങ്ങി വരുന്ന കൂടെയുള്ള ഒരു ചെറിയൊരു നേരത്തെ പാട പോലെയുള്ള ഒരു ഭാഗമുണ്ട്. അത് പോയില്ല, ഡിസിൻറ്റഗ്രേറ്റ് അല്ലെങ്കിൽ ഒബ്ലിറ്ററേറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ നമുക്ക് അതുവഴി ഹെർണിയ ഉണ്ടാവാം. അതല്ലാതെ തന്നെ പിന്നെ ആ ഭാഗത്തൊരു നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു അതുപോലെ സാർക്കോപെനിയൻ മസിൽ ലോസ് വരുന്ന സമയത്ത്, എസ്പെഷ്യലി പ്രായം ചെല്ലുന്ന സമയത്ത് നമുക്ക് അവിടെ വീക്ക്നെസ് ഉണ്ടായി വീണ്ടും അവിടെ ഹെർണിയ ഉണ്ടാകും. പിന്നെ അതോടൊപ്പം നമുക്കൊരു ഇത്തരം ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ നമ്മൾ നാച്ചുറലി സ്ട്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വയറിനകത്ത് പ്രഷർ വരുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പം നമുക്ക് വെയിറ്റ് എടുക്കുന്നത് മാത്രമല്ല, നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലം ഉള്ളവരിൽ, നാച്ചുറൽ പ്രോസ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മെയിൽസിന്, പുരുഷന്മാർക്ക് നമ്മുടെ മൂത്രനാളത്തിൻ്റെ കുറച്ച് മുമ്പിലായുള്ള ഒരു ഗ്രന്ഥിയാണ്. അതൊരു പ്രായം കഴിയുമ്പോൾ ഒരു 50 വയസ്സ് 60 വയസ്സ് ആകുമ്പോഴത്തേക്കും അതൊക്കെ വീങ്ങാൻ തുടങ്ങും. അത് വലിപ്പം വയ്ക്കുമ്പോൾ ഇത് നമ്മുടെ നാച്ചുറലി നമ്മുടെ മൂത്രനാളത്തെ ചുരുക്കും. അപ്പം നമ്മൾ പോയി നിന്നും സ്ട്രെയിൻ ചെയ്യേണ്ടി വരും ഈ യൂറിൻ പുറത്തേക്ക് പാസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വയറിനകത്ത് പ്രഷർ വരുന്ന ഏത് കാര്യങ്ങളും ഹെർണിയ ഉണ്ടാക്കാൻ ഒരു പ്രീഡിസ്പോസിങ് ഫാക്ടറാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് കോൺസ്റ്റിപ്പേഷൻ. നമുക്ക് മോഷൻ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയി നിന്ന് സ്ട്രെയിൻ ചെയ്താലും ഇതേ പ്രോബ്ലം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ടൊരു കാരണമാണ് നമുക്ക് കോഫിങ്, അതായത് COP ആസ്മ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ നിരന്തരമായി ചുമയുള്ള ആൾക്കാരിലും ഇതേ പ്രോബ്ലം തന്നെയാണ്. വയറിനകത്തെ പ്രഷർ കൂടുകയും ഇങ്ങനെയുള്ള വീക്ക് പോയിന്റിൽ കൂടി നമുക്ക് ഹെർണിയാസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹെർണിയയുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഏതൊരു രോഗിയും പറയുന്നത്, അത് ചെറുപ്പക്കാരനാകട്ടെ അല്ലെങ്കിൽ മുതിർന്നവനാകട്ടെ, സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നത്, അല്ലെ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ഒരു മുഴ കാണുന്നു. ആദ്യ സമയങ്ങളിൽ ആ മുഴ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മുമ്പ് പറഞ്ഞ പോലെ എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്യുകയോ, നമ്മളൊരു വെയിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ചുമക്കുകയോ എല്ലാം ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നമ്മളത് കാണുന്നത്. അതേസമയം കിടന്നു കഴിയുമ്പോൾ അത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അതാണ് ഹെർണിയയുടെ ഒരു പ്രത്യേകത. കാരണം നമുക്ക് ആദ്യ ഭാഗങ്ങളിൽ ഈ ഹെർണിയ, ഇപ്പോൾ ഇൻഗ്വൽ ഹെർണിയ ആണെങ്കിലും ഏത് ഹെർണിയ ആണെങ്കിലും നമ്മൾ കിടക്കുമ്പോൾ അതകത്തേക്ക് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് തിരിച്ച് കയറി പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രെയിൻ എടുക്കുമ്പോൾ വീണ്ടും റീഅപ്പിയർ ചെയ്യുന്നു. അതാണ് ഹെർണിയയുടെ ആദ്യ ഭാഗം. കുറച്ച് കഴിയുമ്പോൾ അത് വലുതായതിനു ശേഷം ഇത് തിരിച്ച് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ഇറെഡ്യൂസിബിലിറ്റി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനകത്തോട്ട് ഇറങ്ങി വരുന്ന ചിലപ്പോൾ കുടലാവാം, ചിലപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഒമൻറ്റം അല്ലെങ്കിൽ കൊഴുപ്പാവാം. ഇതിലേക്കുള്ള രക്തോട്ടം കുറയുന്ന ഒരു കണ്ടീഷൻ വരാം. അതിനെ നമുക്ക് സ്ട്രാങ്കുലേഷൻ എന്ന് പറയാം. ഇതൊക്കെ എമർജൻസി കേസാണ്. ഇത്രയും നേരം പറഞ്ഞത് നമുക്കൊരു മുഴയുണ്ട്, അത് തന്നെ ഇറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ ചെറിയ വേദനയുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേ ഈ ഇറങ്ങി വന്ന ഹെർണിയ തിരിച്ചിറങ്ങി പോകാതെ അസഹനീയമായ വേദനയാകുമ്പോഴാണ് അത് എമർജൻസി ആകുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ നമ്മളൊരു ഏതെങ്കിലും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അറ്റൻഡ് ചെയ്യുകയും അതൊരു എമർജൻസി സർജറി വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറുകയും ചെയ്യും. യൂഷ്വലി ഹെർണിയ ഒരു എമർജൻസി സിറ്റുവേഷനിൽ എത്തുന്ന അല്ലെങ്കിൽ സർജറി വേണ്ട ഒരു അസുഖമല്ല. യൂഷ്വലി ഇത് നമുക്ക് കണ്ടുപിടിക്കപ്പെട്ടാൽ ഇലക്റ്റീവായിട്ട് തന്നെ നമ്മുടെ സമയവും സൗകര്യം അനുസരിച്ച് തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ സർജറി ചെയ്യാവുന്ന ഒരു അസുഖം തന്നെയാണ്. നമ്മൾ സർജറി വേണമെന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും നമുക്ക് 2 തരത്തിലുള്ള സർജറിയാണ്. ഓപ്പൺ അഥവാ നമ്മൾ മുറിവ് ഇട്ടുള്ള ശസ്ത്രക്രിയ, അതുപോലെ തന്നെ ലാപ്രോസ്കോപ്പിക് അഥവാ കീഹോൾ ശസ്ത്രക്രിയ, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. രണ്ടാണേലും നമ്മുടെ പ്രിൻസിപ്പിൾ സെയിം ആണ്. നമുക്കൊരു ഡിഫക്റ്റ് ഉണ്ട്, ഒരു ഹോളുണ്ട്, അല്ലെങ്കിൽ ഒരു ബലക്ഷയമുള്ള ഏരിയ ഉണ്ട്. അത് നമ്മളൊരു നെറ്റ് വെച്ച് റീഇൻഫോഴ്സ് ചെയ്യുന്നു. സോ ദാറ്റ് നമുക്ക് പിന്നീട് ഭാവിയിലൊരു ഹെർണിയ ഉണ്ടാവാതെ അതവിടെ തടയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതലും പോപ്പുലറൈസ് എല്ലായിടത്തും ചെയ്യുന്നതും ഈ ലാപ്രോസ്കോപ്പിയാണ്. കാരണം അതിൻ്റെ അഡ്വാൻറ്റേജ് തന്നെ നമുക്കറിയാം. മുറിവ് ചെറുതാണ്, അതുകൊണ്ട് തന്നെ വേദന കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആശുപത്രി വാസം കുറവായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാനും ഉള്ള സൗകര്യമാണ്. അതുപോലെ തന്നെ സ്കാർ അല്ലെങ്കിൽ പാട്, സർജിക്കൽ ഒരു ഓപ്പൺ സർജറിയുടെ പാടിനേക്കാൾ വളരെ ചെറിയൊരു ഒരു സ്റ്റിച്ചുള്ള ഒരു പാടായിരിക്കും മിക്കപ്പോഴും നമുക്ക് ലാപ്രോസ്കോപ്പി സർജറിയിൽ ഉണ്ടാവുക.
ഹെർണിയയ്ക്ക് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഈ ഹെർണിയ ഉണ്ടാകുന്നതന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് യൂഷ്വലി നമ്മുടെ ഒരു ബലക്ഷയമുള്ള ഭാഗത്തിൽ നമ്മുടെ വയറിനകത്ത് ഉദരഭിത്തിക്ക് ഉണ്ടാകുന്ന ഒരു ബലക്ഷയത്തിലൂടെ നമ്മുടെ കുടൽ അല്ലെങ്കിൽ കൊഴുപ്പ് പുറത്തേക്ക് വരുന്നതാണ്. അത് യൂഷ്വലി നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ, നമ്മുടെ വയറിനകത്തെ പ്രഷർ കൂടുന്ന ഏത് കണ്ടീഷൻസും അതിനെ അഗ്രിവേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ വെയിറ്റ് ലിഫ്റ്റിങ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്ട്രെയിനിങ്, എക്സസ് സ്ട്രെയിനിങ് ഇൻ ദ ടോയ്ലറ്റ്സ്, അല്ലെങ്കിൽ ഏത് കാര്യം, ഇപ്പോൾ പ്രോസ്റ്റേറ്റ് അസുഖം ഉള്ളവർ, ഈ കോഫിങ് അല്ലെങ്കിൽ COPD ആസ്മയൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും അത് അഗ്രിവേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ തന്നെയാണ്. അതായത് ഓപ്പറേഷൻ കഴിഞ്ഞും നമ്മുടെ വയറിനകത്ത് നമുക്ക് ഈ അബ്ഡോമിനൽ പ്രഷർ കൂടുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. അത് നമുക്ക് ഒരു മാസമെങ്കിലും ഇത്തരം കാര്യം, നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതല്ല, നോർമലായിട്ടുള്ള ജോലിയിലേക്ക് നമുക്ക് റിട്ടേൺ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഓഫീസ് വർക്ക് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരു ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത്, അല്ല കട്ടിപ്പെട്ട നമ്മുടെ വയറിനകത്ത് നമുക്ക് വയറിന് നല്ല സ്ട്രെസ്സ് വരുന്ന തരത്തിലുള്ള കായിക അധ്വാനങ്ങൾ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ എക്സസൈസ്, അബ്ഡോമിനൽ എക്സസൈസ് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണെങ്കിലും ഒരു മാസം കഴിഞ്ഞ് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് തന്നെയാണ്. ഹെർണിയ കഴിഞ്ഞവർക്ക് ഭക്ഷണക്രമം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും കോൺസ്റ്റിപ്പേഷൻ, നമുക്ക് അതായത് അൺനെസസറി സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നല്ല നാരടങ്ങിയ ഭക്ഷണം നന്നായി കഴിക്കണം, വെള്ളം നന്നായി കുടിക്കണം, അതായത് പച്ചക്കറികൾ നന്നായിട്ട് ചെല്ലണം. എങ്കിൽ മാത്രമേ നമ്മുടെ സ്റ്റൂൾ വലിയ അത്യാവശ്യം സോഫ്റ്റായി പോവുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രെയിൻ ചെയ്യാതിരിക്കുക, അൺനെസസറി സ്ട്രെയിനിങ് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ.